ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPIക്ക് ലഭിച്ച 4 സീറ്റുകളിലും കരുത്തരെ രംഗത്തിറക്കിയിരിക്കുകയാണ് പാർട്ടി. ദേശീയ നേതാവെങ്കിലും ആനി രാജ തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതുമുഖമാണ്. അരുൺകുമാറും ആദ്യമായാണ് മത്സരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ, VS സുനിൽകുമാർ എന്നിവർക്ക് തെരഞ്ഞെടുപ്പ് പുതുഗോതയല്ല. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇനിയില്ലെന്ന നിലപാട് തിരുത്തിയാണ് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരത്തിനിറങ്ങുന്നത്. ജന്മം കൊണ്ട് കണ്ണൂരെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരൻ. 2005 ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ജയിച്ചു കയറിയതിന്റെ ആത്മവിശ്വാസവും കരുത്താകും. ജന്മം കൊണ്ട് കണ്ണൂരാണെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരമാണ്. ഞാൻ എന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഇനിയും അവരുടെ കൂടെ ഉണ്ടായിരിക്കും എന്നും എന്ന കാര്യം ഇവിടുത്തെ എല്ലാ വോട്ടർമാർക്കും ഞാൻ ഒന്നുകൂടി ഉറപ്പു കൊടുക്കുന്നു. അവരുടെ കൂടെ അവരിൽ ഒരാളായി ഞാനുമുണ്ടാകും. തൃശൂർ തിരികെ പിടിക്കാൻ തനി തൃശൂർകാരനായ VS സുനിൽകുമാറിനെയാണ് പാർട്ടി നിയോഗിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയറിയാത്ത ചരിത്രമാണ് VS സുനിൽകുമാറിന്റേത്. സുനിൽകുമാറിന്റെ ജനകീയ അടിത്തറയും പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നു. ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം തൃശ്ശൂർ മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ എല്ലാ മണ്ഡലങ്ങളും MLA-മാർ LDF MLA-മാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ വെച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഞങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ടുള്ള മുന്നണിയാണ് LDF-ന്റെ മുന്നണി. മാവേലിക്കരയിൽ യുവനേതാവായ CA അരുൺകുമാറിനെയാണ് ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത്. മന്ത്രി P പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ CA അരുൺകുമാർ AISF, AIYF എന്നീ സംഘടനകളിലൂടെ നേതൃപാടവം തെളിയിച്ചയാളാണ്. മാവേലിക്കരയിലെ പൊതുസമൂഹം നല്ല പ്രതികരണമായിരിക്കും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കാണിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ആശങ്കകളുമില്ല. ഞങ്ങൾ കൂടുതൽ കരുത്തോടു കൂടിയിട്ട് മാവേലിക്കരയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. വയനാട്ടിൽ ദേശീയ നേതാവായ ആനി രാജയെ തന്നെ രംഗത്തിറക്കിയത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമാണ് ആനി രാജ. മണിപ്പൂരിലടക്കം വസ്തുതാന്വേഷണത്തിൽ അംഗമായ ആനി രാജ പാർട്ടിയുടെ ഏക വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ്. സാധാരണക്കാരായ മനുഷ്യരാണ് വയനാട്ടിലുള്ളത്. അവരുടെ കൂടെ നിന്നുകൊണ്ട്, അല്ല ഞാൻ തന്നെ എന്തെങ്കിലും വിപ്ലവം പ്രവർത്തിക്കും, അത് സാധ്യമല്ല. അവരോടൊപ്പം നിന്നുകൊണ്ട് ആ വിഷയങ്ങൾ പഠിക്കുന്നതിനും ആ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും ഒക്കെയുള്ള ഒരു മുതൽക്കൂട്ടായിരിക്കും. കടലാസിലെ കരുത്തർ കളത്തിൽ എങ്ങനെ പോരടിക്കുമെന്ന കാത്തിരിപ്പാണ് ഇനി. 24 തിരുവനന്തപുരം.